ഹായ്. അപ്പോൾ SSC CGL പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഈ ഒരു സെഷൻ നമ്മളിപ്പം പോകാൻ തുടങ്ങിയിട്ട് കുറേ ദിവസം നമ്മൾ എക്സാം വരെയും നമ്മുടെ SSCയുടെ CGL ഓഗസ്റ്റ് 13 തുടങ്ങുന്നത്. നമ്മുടെ കലണ്ടർ അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ തലേന്ന് വരെ നമ്മൾ ഈ ഒരു സെഷൻസ് ഇതേപോലെ തന്നെ പോകും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ SSCയുടെ CGLൻ്റെ ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പുള്ള സെഷൻസിലൊക്കെ തന്നെ നമ്മൾ പല ക്വസ്റ്റൻസിൻ്റെയും കൺസെപ്റ്റ് അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയത്. ഇനി അങ്ങോട്ട് നമ്മളോട് പോകുന്തോറും നമ്മൾ ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റിൽ വരുന്ന ക്വസ്റ്റൻസിനെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ആൻസർ എടുത്തെടുത്ത് അങ്ങ് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, അതുകൊണ്ട് തന്നെ ഈ മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് അവിടെ നിന്ന് ആ സെഷൻസ് കാണുക, അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് മുമ്പോട്ടുള്ള സെഷൻസ് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക. വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആ കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കാനും പിന്നെ മുമ്പോട്ട് വരുന്ന ക്വസ്റ്റൻസിനെ അത് റിപ്പീറ്റ് ആകുമ്പോൾ, സെയിം ടൈപ്പ് റിപ്പീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റൻസ് വളരെ പെട്ടെന്ന് ചെയ്തു പോകാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ആവുന്നുണ്ട്. വാല്യൂസ് മാത്രമേ മാറുന്നുള്ളൂ. ആ ഒരു ടൈപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലപോലെ റിപ്പീറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന കഴിഞ്ഞ വർഷത്തെ CGL എക്സാമിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിലെ എടുത്തു പറയാൻ പറ്റുന്ന ചില മാത്സിൻ്റെ ടോപ്പിക്സ്, വളരെയധികം റിപ്പീറ്റ് ആയിട്ടുള്ള മാത്സിൻ്റെ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ തീഫിൻ്റെ ക്വസ്റ്റൻസും നമ്മുടെ സർക്കുലർ റേസിൻ്റെ ക്വസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ളത്. നമ്മുടെ പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റൻസും അതുപോലെ തന്നെ നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് ഈ ടൈപ്പാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഓരോ ചാപ്റ്റർ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പെട്ടെന്ന് നമ്പർ സിസ്റ്റം ചാപ്റ്റർ എടുക്കുക, അവിടെ നമുക്ക് ഡിവിസിബിലിറ്റി റൂളിൻ്റെ ക്വസ്റ്റൻ ആണ് ഓൾമോസ്റ്റ് 60% ക്വസ്റ്റൻസും ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള റിമൈൻഡർ തിയറും ബാക്കിയുള്ള ഏരിയാസ് ബാക്കിയുള്ള 40% അകത്താണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ടൈപ്പ് എടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് നിങ്ങൾ ഓരോ ചാപ്റ്ററിലും നോട്ട് ചെയ്ത് പോകുക, അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് ഈ വർഷവും അവിടെ നിന്നുള്ള ക്വസ്റ്റൻസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ വന്നില്ലെങ്കിൽ പോലും വളരെ നോർമലായിട്ടായാലും നമുക്ക് അവിടെ നല്ലപോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ആൾക്കാർക്കും ഈ ഒരു രീതിയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ ടൈപ്പുകളിൽ നിന്നായിരിക്കും ക്വസ്റ്റൻസ് കിട്ടാനും പോകുന്നത്. സോ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മിസ്സാവാനും പാടില്ല. നിങ്ങൾക്കറിയാം, ഇനി ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ പഠിച്ച ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ചാപ്റ്ററിൽ നിന്നോ ഏരിയയിൽ നിന്നോ ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ പോലും അത് ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. മെജോറിറ്റി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ നിന്നായിരിക്കും മെജോറിറ്റി ചാപ്റ്ററിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ പോകുന്നത്. സോ അത് മിസ്സാവാനും പാടില്ല. സോ കുറച്ചുകൂടി ടാർഗറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സോ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ക്ലാസ്സും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റൻസിലേക്ക് പോകാം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് മാത്രമല്ല തന്നെ അഡ്വാൻസ് മാത്സ് കൂടി കുറച്ച് മിക്സും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഇതിന് മുമ്പുള്ള സെഷൻസിൽ ചില സെഷൻ ഫുള്ളി അരിത്തമാറ്റിക്കും ചില സെഷൻ നമ്മൾ ഫുള്ളി അഡ്വാൻസ് മാത്സ് എന്നുള്ള രീതിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ ഈ സെഷനിൽ നമ്മൾ അങ്ങനെയില്ല. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇനി അങ്ങോട്ടുള്ള സെഷൻസിൽ ഞാൻ പറയും നമ്മൾ ഇത് മിക്സ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്തു വന്നത്. ചില ഓൾജിബ്രയും ട്രിഗ്നോമെട്രിയും ജോമെട്രിയും മെൻസുറേഷനും ഇതൊക്കെ തന്നെ നമ്മുടെ അഡ്വാൻസ് മാത്സിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്തായിരിക്കും കൂടുതൽ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നേരെ ക്വസ്റ്റൻസിലേക്ക് പോകാം. അപ്പോൾ ഈ സെഷനിലെ ക്വസ്റ്റൻസിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ ആൻസേഴ്സ് ചെയ്യുക വളരെ പെട്ടെന്ന്. എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈമർ കൂടി വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മുടെ ടൈം ആൻഡ് വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എപ്പോഴും കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. A, B and C can complete a work in 12, 15 and 20 days respectively. How many days are required to finish the work if they work together? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 5 days, 3 days, 6 days and 4 days ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു 1 minute ടൈമർ കൊടുക്കാം. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആൻസേഴ്സിലേക്ക് പോകാം. എന്നിട്ട് എങ്ങനെ പെട്ടെന്ന് ആൻസർ എടുക്കാം, നമ്മുടെ യൂഷ്വൽ രീതികളൊന്നും മാറ്റിയിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്നും സ്പീഡിൽ എങ്ങനെ ആൻസർ എടുക്കാം എന്നടക്കം നമുക്ക് നോക്കാം. നമുക്ക് 20 seconds കൂടി ബാക്കിയുണ്ട്. പെട്ടെന്ന് ഓൾറെഡി മിക്കവാറും പേർക്കും എനിക്ക് തോന്നുന്നു ആൻസർ കിട്ടിയിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 minute കഴിഞ്ഞു. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റൻ ചെയ്യാൻ അറിയാം. പക്ഷേ ഈ ക്വസ്റ്റിനെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾ വലുതായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് ചെറിയ കാര്യങ്ങൾ അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില ക്വസ്റ്റൻസിലെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഇപ്പം 3 പേരല്ല 2 പേരേ ഉള്ളൂ എന്ന് വിചാരിച്ചു.
ഓക്കെ, ഇവിടെ 3 പേരില്ല, 2 പേരേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾ ചെയ്യുന്ന 12 മറ്റേ 15 ദിവസമാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ 2 പേരും 15 എടുക്കുന്നതെന്ന് ചുമ്മാ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ 2 പേരും 15 എടുക്കുന്നെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് 15 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ 2 പേര് ഒരുമിച്ച് ഒരേപോലെ വർക്ക് ചെയ്യുന്ന 2 പേര് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 15 ഒരാൾ എടുക്കുമെങ്കിൽ 2 പേര് കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പകുതിയല്ലേ എടുക്കത്തുള്ളൂ. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര എടുക്കും? 7.5. ഓക്കെ, ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ടൈം തന്നിട്ടുണ്ടെങ്കിൽ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ അവിടെ ഏറ്റവും കുറവ് സമയം എടുക്കുന്ന ആളെക്കാളും ആൻസർ എവിടെ നിൽക്കണം? അതിൻ്റെ താഴെ നിൽക്കണം. ഓക്കെ, എപ്പോഴും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ആദ്യമേ വരേണ്ട ഒരു കാര്യം, ഇവിടെ ഏറ്റവും കുറവ് സമയം എടുക്കുന്ന ആരാ? 12 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 12-നേക്കാളും താഴെ ആയിരിക്കണം ആൻസർ. ഓപ്ഷനിൽ ചെന്നിട്ട് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക, ആ 12-നേക്കാളും താഴെയാണോ ആൻസേഴ്സിന് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും പല ക്വസ്റ്റ്യൻസിലും നമുക്ക് 1-2 ഓപ്ഷൻ ആൻസർ കിട്ടുമെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല, പക്ഷെ 1-2 ഓപ്ഷൻസ് നമുക്ക് മിക്കവാറും കേസുകളിൽ എലിമിനേറ്റ് ആയി പോകാറുണ്ട്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്ത ഞാൻ പറഞ്ഞു വന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഇവിടെ 12 ആണ്, ഇവിടെ 15 ആണ്. ഈ 2 പേര് മാത്രമേ ഉള്ളെങ്കിൽ പോലും, ഇപ്പോൾ 2 പേരും 15 ആണെങ്കിൽ പോലും ഇവർ ഒരുമിച്ച് എടുക്കുന്ന സമയം 7.5 ദിവസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഈ പറഞ്ഞ 15-നേക്കാളും ചെറുതാ 12 എന്ന് പറഞ്ഞാൽ 7.5 അല്ല, 7 ദിവസം പോലും എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കൂടി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻസ് എല്ലാം വളരെ അടുത്ത്, ഇപ്പോൾ 3, 4, 5, 6 എന്ന് തന്നേക്കുന്നത് എൻ്റെ എല്ലാ ഓപ്ഷൻസും 7-ന്റെ താഴെയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണുന്ന പല ക്വസ്റ്റൻസിലും ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് വേണ്ടിയാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു മൂന്നാമത്തെ ആൾ കൂടി ഉണ്ട്, 20 സമയം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവർ 2 പേരെ വെച്ച് നോക്കിയാൽ പോലും നമുക്ക് ഏകദേശം ഒരു 7 ദിവസമേ മിനിമം എടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരാൾ കൂടി വന്നാൽ പിന്നെ 7 ദിവസം എടുക്കുമോ? 7 ദിവസം എടുക്കത്തില്ല. അപ്പം നല്ല പോസിബിലിറ്റി നമ്മുടെ ആൻസർ എന്താണ്? 5 ഈ പറഞ്ഞ പോലെ 4 വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. എന്നുകൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ 7 നിന്ന് ഇനി ഒരാൾ കൂടി വന്നാൽ അത് ഉടനെ 6 ആവത്തില്ല, അതിനേക്കാളും കുറച്ചുകൂടി താഴോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ അത് 5, 4 വരാനുള്ള ചാൻസസ് ആയിരിക്കും കുറച്ചുകൂടി കൂടുതൽ. സോ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാംസിൽ ആൻസർ മാർക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. ഈ കാര്യം മൈൻഡ് വെച്ചുക. ഇനി ഈ ക്വസ്റ്റിനെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? സോ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ടേബിൾ ഉണ്ടാക്കി തന്നെ ചെയ്തു പോകാം. പക്ഷേ നിങ്ങൾക്ക് ഇതേപോലത്തെ നോർമൽ ക്വസ്റ്റൻസ് വരുവാണെങ്കിൽ, എന്ന് കഴിഞ്ഞാൽ 3 തൊട്ട് ടൈം തന്നിട്ട് ഒരാൾ ചെയ്യുക, അവർ 3 കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്താ എന്നുള്ള വളരെ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ടേബിൾ ഉണ്ടാക്കാൻ നിൽക്കുന്നതിന് പകരം ഇനി തൊട്ട് അത് കുറച്ചുകൂടി ഒന്ന് സ്റ്റെപ്സ് കുറച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എടുത്ത് പഠിക്കുക. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ ട്രൈ ചെയ്ത് നോക്കുക എടുക്കാൻ വേണ്ടി. ദ ടൈം ടേക്കൺ ബൈ A, B ആൻഡ് C കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവർ തന്നേക്കുന്ന ആ വാല്യൂസിൻ്റെ LCM. ഓക്കെ, നിങ്ങൾക്കത് ഫെമിലിയർ ആയിട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ വളരെ നല്ലത്. ഫെമിലിയർ അല്ലെങ്കിൽ അതിൻ്റെ LCM ഒന്ന് റഫായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏറ്റവും വലിയ വാല്യൂടെ മൾട്ടിപ്പിൾസ് എടുത്ത് കണ്ടുപിടിക്കുന്ന രീതിയിലോ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ നോക്കുമ്പോൾ 12, 15, 20 3 ഒരേപോലെ പോകുന്ന ഒരു വാല്യൂ ഏതാ? 60. ആദ്യമായി LCM അങ്ങ് എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, തന്നേക്കുന്ന ഓരോ വാല്യൂ ഇല്ലേ അതിനെ ആ 60 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 16 നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? നമുക്കത് 5 എന്ന് വരും. ആ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വട്ടം വരും? 4 ടൈംസ് വരും. ആൻഡ് ആ 16 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ടൈംസ് വരും? 3 ടൈംസ് വരും. ഇത് ഇതേപോലെ അങ്ങ് എഴുതി അങ്ങ് എടുക്കുക. നിങ്ങൾക്ക് ടേബിൾ ഉണ്ടാക്കുന്നതിന് പകരം ഈ രീതിയിൽ അങ്ങ് എടുക്കുക. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരുന്നുണ്ട്? നിങ്ങൾ നോക്കിയേ, 5 + 4 9, 9 + 3 12 എന്ന് വരുന്നുണ്ട്. അത് നമുക്കറിയാം 60 12 കൂടി ക്യാൻസൽ ചെയ്താൽ 5 × 12 ആണ് 60 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയും വരും? 5 days എന്ന് വരും. നമ്മൾ പറഞ്ഞ പോലെ ഒരു സിംഗിൾ സ്റ്റെപ്പ്, ഒരു ചെറിയ സ്റ്റെപ്പ്, ഓക്കെ, വളരെ ചെറിയൊരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ വീണ്ടും പറയുകയാണ്, ടൈം വർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒന്ന് നിങ്ങൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. ഏതൊക്കെ വഴിയാണ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യേണ്ടത്? ഒന്ന്, അവിടെ തന്നിരിക്കുന്ന ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ, ലൈക്ക് 2 പേരോ 3 പേരോ ചെയ്യാൻ എടുക്കുന്ന സമയം തന്നിട്ട് ഒരുമിച്ച് എത്ര സമയം എടുക്കും എന്നുള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ, ഒന്ന് അവിടുത്തെ ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാളും താഴെ ആയിരിക്കണം ആൻസർ. ഓപ്ഷനിൽ ചെന്നിട്ട് ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാളും മേളിൽ ആൻസർ ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയുക. രണ്ടാമത്തത്, അവിടുത്തെ ആ വാല്യൂസ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എന്ന് ഞാൻ വാല്യൂസ് അടുത്തടുത്താണെങ്കിൽ ഏകദേശം അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൻ്റെ 1/3 ഒക്കെ ആയിരിക്കും ആൻസർ വരാൻ പോകുന്നത്. ഏകദേശം പകുതി. ഇപ്പോൾ 2 പേരുണ്ട്, പക്ഷേ ആ വാല്യൂസ് ഏകദേശം അടുത്താണ് ണെങ്കിൽ അതിലെ വലിയ വാല്യൂ എടുത്തിട്ട് അതിന്റെ പകുതി എടുത്തിട്ട് അതിന്റെ താഴെയുള്ള ഓപ്ഷൻസ് വെച്ച് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, 3 പേരൊക്കെ ഉണ്ടെങ്കിൽ ആൻഡ് അവർ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ലെങ്കിൽ ആ 3 പേരുടെ വാല്യൂടെ ഏകദേശം 1/3 എടുക്കുന്ന രീതിയിലൊക്കെ ഒന്ന് റഫായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എപ്പോഴും വർക്ക് ചെയ്യത്തില്ല, ഞാൻ വീണ്ടും പറയുന്നത് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല, പക്ഷേ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോർമലായിട്ട് ചെയ്യാൻ വേണ്ടി യൂഷ്വലി ഉള്ള ടേബിൾ മെത്തേഡിലേക്ക് പോകുന്നതിന് പകരം, ടേബിൾ മെത്തേഡ് തന്നെയാണ് ചെയ്തേക്കുന്നത്, പക്ഷേ ടേബിൾ മെത്തേഡിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ ഒരു സ്റ്റെപ്പിൽ എഴുതി അങ്ങ് ആൻസർ എടുക്കാൻ നോക്കുക. എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ LCM എടുക്കുക. എന്നിട്ട് ആ LCM-നെ ഈ ഓരോ വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ വരുന്ന കോഷ്യൻ്റ് എടുക്കുക. 2 കൂടി ഡിവൈഡ് ചെയ്ത് ആൻസർ എടുക്കുക. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻസിലേക്ക് വരുമ്പം നമുക്ക് ഓപ്ഷൻ എ നമ്മുടെ 5 days ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്.
അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഈ ക്വസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യത്തില്ല. നേരെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ മെത്തേഡ് വെച്ച് അങ്ങ് ആൻസർ എടുത്തായിരിക്കും നമ്മൾ പോകുന്നത്. ഇനി അടുത്തൊരു ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റിനിലേക്ക് പോയി കഴിഞ്ഞാൽ in the 8th class consisting of 30 students, a mathematics test was taken. 10 students had an average score of 90. The other students had an average score of 75. വാട്ട് ഈസ് ദി ആവറേജ് സ്കോർ ഓഫ് ദ ഹോൾ ക്ലാസ്? നമ്മുടെ കമ്പൈൻഡ് ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റൻ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റൻ തരുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മൾ മിക്കവാറും കേസുകൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 3 ആവറേജും ഗിവൺ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആവറേജ്, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ആവറേജ്, ഹോൾ ക്ലാസിൻ്റെ ആവറേജ് ഗിവൺ ആണെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ നമ്പറാണ് ഫൈൻഡ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഏതാണ് നമ്മുടെ അലിഗേഷൻ ആണ്. ഇനി ഈ ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ ഇവിടെ അലിഗേഷൻ ചെയ്യാം. പക്ഷെ ഇവിടെ അലിഗേഷനിൽ കുറച്ചുകൂടി സ്റ്റെപ്പ് വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കൺവെൻഷണൽ മെത്തേഡിൽ എടുത്തങ്ങ് ആൻസർ എടുക്കാനും നിങ്ങൾക്ക് നോക്കാം. രണ്ടും ഏകദേശം ഒരേ സമയമാണ് എടുക്കാൻ പോകുന്നത്. അവർ സംടൈംസ് വാല്യൂ എളുപ്പമാണെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് അലിഗേഷനെക്കാളും കുറച്ചുകൂടി പെട്ടെന്ന് ആൻസർ വരികയും ചെയ്യും. ഡിപ്പെൻഡ് ചെയ്യും ആൾക്കാരുടെ മേളിൽ. പക്ഷേ ഡെഫിനറ്റ്ലി വാല്യൂ എളുപ്പമാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കൺവെൻഷനിൽ തന്നെ ആൻസർ എടുക്കാൻ പറ്റും. ശരി, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ 78, 80, 76 ആൻഡ് 74 ആണ് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു 1 മിനിറ്റ്, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻഡ് ഐ തിങ്ക് നമുക്ക് കൺവെൻഷണൽ മെത്തേഡിൽ തന്നെ ഞാൻ അപ്രോച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി ഇവിടുത്തെ വാല്യൂസ് കണ്ടിട്ട് എളുപ്പമാണ് എന്ന് തോന്നുന്നത്. എനിക്ക് 20 സെക്കൻഡ്സ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം തീരാൻ പോവാം. ഓക്കെ, നമ്മുടെ ടൈം കംപ്ലീറ്റ് ആയി. ആൻഡ് ഐ തിങ്ക് നിങ്ങളുടെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നെങ്കിൽ കമൻറ്റ് ചെയ്ത് തന്നെ പോകും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ആവും. ഇനി നമുക്ക് ജസ്റ്റ് എൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാം. എല്ലാവർക്കും എടുക്കാറിയാം, നമ്മൾ ഇതിന് മുമ്പ് പലതവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരെ ആൻസറിലേക്ക് അങ്ങ് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിയത് കമ്പൈൻഡ് ആവറേജ് ആണ്. നിങ്ങൾക്കറിയാം. ഓക്കെ, ഞാൻ ഒരു പ്രോപ്പർ കൺസെപ്റ്റിന് വേണ്ടി മാത്രം കമ്പൈൻഡ് ആവറേജ് എന്ന് എഴുതുവാണ്. കമ്പൈൻഡ് ആവറേജ് ഈക്വൽ ടു നമുക്ക് പറഞ്ഞതിനനുസരിച്ച് മൊത്തം 30 സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയാം. സോ ബൈ 30 ആൻഡ് ദെൻ നമുക്ക് അവിടെ തന്നേക്കുന്ന നമ്പേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ ആദ്യത്തെ 10 സ്റ്റുഡൻസിന് ആവറേജ് 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 10 സ്റ്റുഡൻസ് ആൻഡ് 90 ആൻഡ് പ്ലസ് പിന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? 20 വരുന്നുണ്ട്. ആൻഡ് ബാക്കി 20 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എത്ര എന്നാണ് തന്നേക്കുന്നത്? 75 എന്നാണ് തന്നേക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇനി ആൻസർ എടുത്താൽ മതി. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് ആൻസർ ഇനി എടുക്കാം. സോ അങ്ങനെ 0, 0 ആൻഡ് 0 ക്യാൻസൽ. നമ്മുടെ 3 വെച്ച് ക്യാൻസൽ ആണെങ്കിൽ ഇവിടെ 3 എന്ന് വരും. നമുക്ക് ഇത് 3 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് 25 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 × 10 30 ആൻഡ് 2 × 25 50 ആൻഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും? 80 എന്ന് ആൻസർ വരും. നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്ന കമ്പൈൻഡ് ആവറേജിൻ്റെ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡാണ് എളുപ്പം. വളരെ പെട്ടെന്ന് കട്ട് ചെയ്ത് ആൻസർ എടുക്കാൻ പറ്റും നമുക്ക്. എനിക്കൊന്ന് അലിഗേഷനിൽ നമ്മളത് എഴുതുന്ന സമയം മതി നമുക്ക് ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് ആൻസർ എടുക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പം ചില പ്ലേസുകളെങ്കിൽ അലിഗേഷൻ ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം, എനിക്കറിയാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ലൈക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വാല്യൂസ് നോക്കിയിട്ട് തീരുമാനിക്കുക ഏതായിരിക്കും പറ്റുക, ഏത് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന, എന്നാൽ ഇടയ്ക്ക് വെച്ച് കുറേ നാൾ ചോദിക്കാതിരുന്നിട്ട് പിന്നെ വളരെ നല്ലപോലെ ചോദിച്ച് തുടങ്ങിയ ഒരു ടൈപ്പാണ്. ഞാൻ നേരത്തെയും ഒരു സെഷനിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് 75 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. കഴിഞ്ഞ വട്ടത്തെ നമുക്ക് ആവറേജിൻ്റെ അകത്ത് ഇതേപോലത്തെ കുറേ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 75 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്വസ്റ്റൻ ഇതേപോലത്തെ ക്വസ്റ്റൻ നമ്മൾ ചെയ്തായിരുന്നു. ഇനി അതേ സീജലിൻ്റെ എക്സാമിൽ കഴിഞ്ഞ വട്ടം ചോദിച്ച അതേപോലത്തെ വേറൊരു ക്വസ്റ്റനാണ് 125 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ്. വളരെ സിമ്പിൾ ക്വസ്റ്റനാണ്, പെട്ടെന്ന് ആൻസർ എടുത്തേ.
ഓക്കെ, അപ്പോൾ നമ്മുടെ 1 മിനിറ്റ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്താണ് നമ്മുടെ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫോർമുല? n × n+1/2. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന്ന് ഇവിടെ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ n × n, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം n × n+1/2യുടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഈ n ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ തന്നേക്കുന്ന നമ്പറിൻ്റെ ഒന്നുകൂടി കൂട്ടിയിട്ട് അതിൻ്റെ പകുതി അങ്ങ് എടുത്താൽ മതി. നമുക്ക് അതായിരിക്കും ആൻസർ. അപ്പോൾ 125 ആണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയാൽ എത്ര വരും? 126 എന്ന് വരും. ആൻഡ് അതിൻ്റെ ഹാഫ് എടുക്കുക. അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടും? നമുക്ക് അവിടെ 63 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ എത്രയെന്ന് വരും? ഓപ്ഷൻ ബി 63 എന്ന് ആൻസർ വരും. അപ്പോൾ നിങ്ങളിത് ഓർത്ത് വെച്ചേക്കുക. ദാറ്റ്സ് ആവറേജ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് n+1/2. തന്നേക്കുന്ന നമ്പറുടെ കൂടെ ഒന്നുകൂടി കൂട്ടിയിട്ട് അതിൻ്റെ ഹാഫ് എടുത്ത് എഴുതുക. അതല്ല നമുക്ക് ചോദിക്കുന്നത് നമ്മുടെ സം ഓഫ് ആവറേജ് ഓഫ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? n+1 ആണ് ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് n × n+1 ആണ്. അതിൽ n ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് n+1 ആയിരിക്കും നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈവൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇതായിരിക്കും ഫോർമുല. അതേപോലെ നമ്മുടെ യൂഷ്വൽ നാച്ചുറൽ നമ്പർ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇതായിരിക്കും ഫോർമുല. അതുപോലെ തന്നെ നമ്മുടെ ഓഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഓഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ n വരും. എന്തുകൊണ്ട്? n² n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് n ആയിരിക്കും ബാക്കി വരുന്നത്. ആൻഡ് നമുക്ക് നേരത്തെ ഒരു MTSന്റെ എക്സാമിൽ അവർ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്, വാട്ട് ഈസ് ദ സം ഓഫ് 1234 നാച്ചുറൽ നമ്പേഴ്സ് ഡാഷ് നമ്പേഴ്സിൻ്റെ ആവറേജ് 1234 ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ നിന്ന് ഓഡ് എന്നുള്ളതായിരുന്നു നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു കണ്ടീഷൻസ് നാച്ചുറൽ ആണെങ്കിൽ n+1/2, ഈവൻ ആണെങ്കിൽ n+1 ആൻഡ് ഓഡ് ആണെങ്കിൽ n. എന്താണോ തരുന്നത് അത് തന്നെ ആയിരിക്കും ആൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ ഓർത്ത് വെച്ചേക്കുക. ശരി, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റൻ ആണ്. ആൻഡ് ഐ തിങ്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ എടുക്കാൻ പറ്റും. എനിക്കൊന്ന് നോക്കി ആൻസർ എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഫോർ 6 years ഈസ് 3/5 ഓഫ് ദി സം. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻ 3%, 7%, 10% ആൻഡ് 5% ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ 1 മിനിറ്റ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ആ സിമ്പിൾ ഇൻട്രസ്റ്റും നമ്മുടെ ആ പ്രിൻസിപ്പിളും തമ്മിലുള്ള ഒരു റേഷ്യോ നമുക്ക് ഇനി ഗിവൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ ആ റേറ്റ് എടുത്തിട്ട് എത്ര ഇയർ ആണോ പറഞ്ഞേക്കുന്നത് ആ ഇയറിലേക്ക് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ മതി നമ്മുടെ ആൻസർ കിട്ടാൻ വേണ്ടി. തേർട്ടി സെക്കൻഡ്സ് കഴിഞ്ഞു. ഇനി 30 സെക്കൻഡ്സ് കൂടി. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടത്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഫോർ 6 years. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഫോർ 6 years, നമുക്ക് 6 years പിന്നെ കൺസിഡർ ചെയ്യാം, ഈസ് 3/5 അല്ലെങ്കിൽ 3/5. ഇപ്പോൾ 3/5 എന്ന് പറഞ്ഞാൽ 3/5 ഓഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഓഫ് ദി സം ഓഫ് ദി പ്രിൻസിപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കുക, ആ തന്നേക്കുന്ന റിലേഷൻ ചുമ്മാ നോക്കിയേ. നമ്മൾ എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്? നമ്മുടെ റേറ്റ് എടുക്കാൻ വേണ്ടി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നെറ്റ് റേറ്റ് എടുക്കാൻ വേണ്ടി എന്ന് പറയാം. ഓക്കെ, നമ്മുടെ നെറ്റ് റേറ്റിൻ്റെ പെർസെൻറ്റേജ് എടുക്കാൻ വേണ്ടി, മൊത്തം പലിശയുടെ പെർസെൻറ്റേജ് എത്ര എന്നുള്ളത് എടുക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നെറ്റ് റേറ്റ് ഈക്വൽ ടു നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇൻറ്റു 100 ആവശ്യമുള്ള നിങ്ങൾക്ക് അറിയാം. അങ്ങനെ 3/5 എന്നാണ് തന്നിരിക്കുന്നത്. 3/5 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ്? 60% നമുക്കറിയാം. നമ്മുടെ റേറ്റ് പെർസെൻറ്റേജിന് കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ 3/5 60%. ആൻഡ് ഈ 60% എത്ര വർഷം കൊണ്ടാണ് വരുന്നത്? 6 വർഷം കൊണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിയർലി ഗിവൺ ആണ്. നമുക്ക് ആ 60% വരുന്ന 6 വർഷം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ 6 വർഷം കൊണ്ട് 60% ആണ് വരുന്നതെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് പെർ ആനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെർ ആനം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പെർസെൻ്റ് ആയിരിക്കും? 6 വർഷത്തേക്ക് 60% ആണെങ്കിൽ നമ്മുടെ 1 ഇയറിലേക്ക്, ഓക്കെ, അല്ലെങ്കിൽ പെർ ആനം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 10% വെച്ച് വരണ്ടേ? 10% വെച്ചാൽ വന്നാലല്ലേ 10% ഇൻറ്റു 6 നമുക്ക് ഈ പറയുന്ന മൊത്തം 60% വരത്തുള്ളൂ. ആ ഒരു രീതിയിൽ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 10% ആൻസർ വരും.
ഓക്കെ അല്ലേ? ഇപ്പോൾ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? 3/5 60%. എത്ര വർഷം കൊണ്ട് 60%? 6 വർഷം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എന്തായിരിക്കും? 10%. ഈ രീതിയിലാണ് വളരെ പെട്ടെന്ന് അങ്ങ് ആൻസർ എടുത്ത് പോകേണ്ടത്. സോ നമുക്ക് ഓപ്ഷൻ സി 10% എന്ന ആൻസർ വരും. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അടുത്തത് കുറച്ചുകൂടി ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇൻ എ ബാങ്ക് 6% interest is given on the deposited amount. The bank then invests this money in the stock market and is able to earn 30,000 for every 3 lakhs. How much money is the bank earning finally if the total amount deposited in the bank is 60 lakhs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ബാങ്ക് കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത്, ഡിപ്പോസിറ്റ് ചെയ്ത പൈസയുടെ മേലിൽ കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത് 6% പലിശ കൊടുക്കുന്നത്. പക്ഷേ ബാങ്ക് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പൈസ ഉടനെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവിടെ ബാങ്കിൻ്റെ ഒരു റിട്ടേൺസിൻ്റെ ആവറേജ് ഒരു ആംഗിൾ പറയുകയാണെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപ എന്നുള്ളതാണ് ബാങ്കിന് കിട്ടുന്ന ഒരു ഏർണിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആള് 60 lakh rupees ആണ് ആ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തെങ്കിൽ ബാങ്കിന് ഇത് കാരണം ഉണ്ടാവുന്ന ഒരു ഏർണിങ്സ് എന്താണ്, ബാങ്കിന്റെ പ്രോഫിറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ പ്രോഫിറ്റ് അല്ല, ബാങ്കിന്റെ പ്രോഫിറ്റ്. എന്നാൽ ഞാൻ ബാങ്ക് ഈ പൈസ ഇതേപോലെ ഇൻവെസ്റ്റും ചെയ്യണം, എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന റിട്ടേൺസും ഉണ്ട്. എന്നാൽ ബാങ്ക് ഈ പറഞ്ഞ പൈസ ഇട്ട ആൾക്ക് എന്തും കൊടുക്കണം, പലിശയും കൊടുക്കണം. അപ്പോൾ ഈ പലിശയും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ വരുന്ന എമൗണ്ട് ആയിരിക്കും ബാങ്കിന്റെ ആ ഒരു എന്താ പറയുക ബാങ്കിന്റെ ഒരു പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എത്രയാണ് എന്നാണ് നമുക്ക് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ കാണാൻ പറ്റും 3 lakh, 6 lakh 40,000, 2 lakh 40,000 ആൻഡ് 3 lakh 60,000 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1 minute നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. Okay, 15 seconds left. ഓക്കെ, നിങ്ങൾക്ക് ടൈം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാം? യൂഷ്വൽ നിങ്ങളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സിമ്പിൾ ആണോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും എന്ത് അപ്രോച്ച് ചെയ്യണം? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോമ്പൗണ്ട് അറിയാതെ പോലും എടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാൻ നമുക്ക് നോക്കാം. ആൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 60 lakh rupees ആണ് നമുക്ക് മൊത്തം ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. 60 ലക്ഷം രൂപയാണ് ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ആളുടെ റിട്ടേൺസ് എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് കിട്ടുന്നത്? ആൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അവിടെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. 6% റിട്ടേൺസ് ആണ് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 6% റിട്ടേൺസ് ആണ് ആൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 6 ലക്ഷത്തിൻ്റെ ഈ പറയുന്ന പോലെ 6% എന്ന റാങ്കിലാണ് റിട്ടേൺസ് വരുന്നത് നമുക്ക് പറയാം. ഇപ്പോൾ 60 ലക്ഷത്തിൻ്റെ 6%. അപ്പോൾ 60 ലക്ഷത്തിൻ്റെ 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഉണ്ടായിരിക്കും? നമ്മുടെ ഈ ഒരു 6 × 6 36ഉം പിന്നെ അത് കൂടാതെ പെർസെൻറ്റേജ് ആയതുകൊണ്ട് 2 zeros പോയി കഴിഞ്ഞാലും പിന്നെ ബാക്കിയുള്ള സീറോസ് വരും. അപ്പോൾ 2 0 പോയി കഴിഞ്ഞാലും പിന്നെയും നമുക്ക് എത്ര സീറോ വരും? 1 2 3 4 zeros നമുക്ക് അവിടെ നിന്ന് പിന്നെയും വരും. അങ്ങനെയാണെങ്കിൽ 1 2 3 4 നിങ്ങൾ കാണാൻ പറ്റും എത്ര വരുന്നുണ്ട്? 3,60,000 രൂപയാണ് ആൾക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്. നിങ്ങൾ കാണാൻ പറ്റിയ ഓപ്ഷനിൽ അതും കൊടുത്തിട്ടുണ്ട്. 3,60,000 രൂപയാണ് അവിടെ നിന്ന് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്. അതവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി. അറിയാതെ പോലും നമ്മൾ അത് മാർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് ഈ പറയുന്ന ആൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആൾക്ക് കിട്ടുന്ന പലിശ, അല്ലെങ്കിൽ ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ചോദിക്കുന്ന ആളുടെ അല്ല, ഇവിടെ ചോദിച്ചേക്കുന്നത് നമുക്കിവിടെ ക്ലിയർലി കാണാൻ പറ്റും ബാങ്കിന്റെ ഏർണിങ്സ് ആണ് നമുക്ക് വേണ്ടത്. ബാങ്ക് എന്ത് ഏൺ ചെയ്യുന്നു എന്നുള്ളത്. ഇനി ബാങ്കിന്റെ ഏർണിങ്സ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ആൾ എങ്ങനെ പറഞ്ഞേക്കുന്നത്? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ മേളിൽ ഉള്ള ഏർണിങ്സ് പറയുന്നത് 3 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപ എന്നാണ് പറഞ്ഞേക്കുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് 30,000 എന്ന് നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ? 10%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബാങ്കിന് കിട്ടുന്നത് 10% ആണ്
ബാങ്കിന് കിട്ടുന്ന ആ ഒരു പലിശ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ബാങ്കിന് കിട്ടുന്ന മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്ന കിട്ടുന്ന ബാങ്കിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയാം. ഇനി 10% ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 60 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് എത്ര വരും? നമുക്ക് ഓൾമോസ്റ്റ് 6 lakhs എന്ന് വരും. ഇപ്പോൾ 6 lakhs അങ്ങനെയാണെങ്കിൽ ഇനി ചോദിക്കുന്നത് ബാങ്കിന് ശരിക്കുമുള്ള ഇതിൽ നിന്നുള്ള നെറ്റ് പ്രോഫിറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പം 60 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതിന് ഇത്രയും രൂപ പലിശയായിട്ട് ആൾക്ക് കൊടുത്തു, ഇത് ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ആൾക്ക് കിട്ടുന്ന പലിശയും ഇത് ബാങ്കിന് കിട്ടുന്ന ആ ഒരു എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും. സോ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? രണ്ടുകൂടി മൈനസ് ചെയ്താൽ മതി. നമ്മുടെ 6 lakhs നിന്ന് 3,60,000 മൈനസ് ചെയ്തതിന് ബാക്കി എത്ര വരും? 2,40,000 എന്ന് നമുക്ക് ആൻസർ വരും. 2,40,000. സോ ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? നിങ്ങൾ കാണാൻ പറ്റും അവിടെ ഞാൻ ഫോർമുല ഒന്നും എഴുതാൻ പോയിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് എഴുതി പോയത്, നല്ലപോലെ മനസ്സിലാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്കിത് കുറച്ചധികം ഫാസ്റ്റായിട്ട് ഒട്ടും എഴുതാതെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി സിമ്പിളാണ്. അതുമേ ബാങ്ക് ആൾക്ക് എത്ര ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? 6%. ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ബാങ്ക് ഒരു വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൽ നിന്ന് ബാങ്കിന് കിട്ടുന്ന പലിശ എത്ര നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപയാണെങ്കിൽ കിട്ടുന്നത് 10%. അങ്ങനെയാണെങ്കിൽ ബാങ്കിന് കിട്ടുന്നത് 10, ബാങ്ക് കൊടുക്കേണ്ടത് 6. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ബാങ്കിന്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പം ബാങ്കിന്റെ കയ്യിൽ 10 ഉണ്ട്, അതിൽ നിന്ന് 6 ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ ബാക്കി 4% വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാങ്കിന്റെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിന്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4% ബാങ്കിന്റെ ഏർണിങ്സ്. അങ്ങനെയാണെങ്കിൽ ഈ 60 ലക്ഷത്തിന്റെ 4% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അവിടെ ഒരു ഇയറിന്റെ കൺസെപ്റ്റ് വരുന്നേ ഇല്ല. അങ്ങനെയെങ്കിൽ ആ 60 ലക്ഷത്തിന്റെ 4% എന്ത് ചെയ്താൽ മതി? ആ പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്ത് 2 0 ക്യാൻസൽ ചെയ്ത് 4 × 6 24, പിന്നെ ബാക്കി 1 2 3 4 4 0. ആൻഡ് അതാണ് ആൻസർ. കാണാൻ പറ്റുന്നത് അത്രയേ ഉള്ളൂ കാൽക്കുലേഷൻ. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മൈൻഡ് ആലോചിച്ചുകൊണ്ട് അത്രയും കാൽക്കുലേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് എടുക്കാം. ഓക്കെ അല്ലേ? അതല്ല, അതിൻ്റെ പ്രോപ്പർ കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയാണ്, കുറച്ച് വലിയ ക്വസ്റ്റൻ ആയിട്ടും ആർക്കെങ്കിലും ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രോപ്പർ കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി നമ്മൾ അതിനെ ഈവൻ ദോ ഫോർമുല ഒന്നും എഴുതിയില്ല, വലിയ സ്റ്റെപ്സിലേക്ക് ഒന്നും പോകാതെ തന്നെ എഴുതി പോയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പോയത് അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെ ചെയ്താൽ മതി? ആ കിട്ടുന്ന രണ്ടിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജിൻ്റെ നെറ്റ് എടുത്തിട്ട് തന്നേക്കുന്ന വാല്യൂടെ പ്രിൻസിപ്പൽ വാല്യൂടെ ആ നെറ്റ് എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചാൽ അത് നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. ഓക്കെ, ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ഷോപ്പ് കീപ്പർ മാർക്ക് ദി പ്രൈസ് 20%. ഓക്കെ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എന്നുള്ളത് 2 വട്ടം വേണ്ട, 1 വട്ടം മതി. 20% മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ഇഫ് ഹി അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 30%, ദെൻ ഫൈൻഡ് ദി ലോസ് പെർസെൻറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂഷ്വൽ മാർക്കപ്പ് ആൻഡ് ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റൻ ആണ് തന്നേക്കുന്നത്. നിങ്ങൾക്ക് അതിനെ സക്സസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അതല്ല യൂഷ്വലി വരച്ചെടുക്കുന്ന കണക്ക് ചെയ്യുന്നെങ്കിൽ വരച്ചെടുക്കുന്ന കണക്ക് ചെയ്യാം. ഒന്ന് മൈൻഡ് ആലോചിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്യാം. തന്നേക്കുന്ന വാല്യൂ ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൈൻഡ് ആലോചിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1 minute പെട്ടെന്ന് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ 20% വില കൂട്ടിയിട്ട് 30% വില കുറച്ച് വിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്കറിയാം, അവിടുന്ന് 20% വില കൂട്ടി എന്നിട്ട് 30% വില കുറയ്ക്കുക. അപ്പോൾ അത് ചെയ്യുമ്പം ഉറപ്പായിട്ട് അവിടെ ഒരു നഷ്ടമേ വരത്തുള്ളൂ, ഒരിക്കലും ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റൻ ക്ലിയർലി ഫൈൻഡ് ഹിസ് ലോസ് പെർസെൻറ്റ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ 20%, 16%, 25% ആൻഡ് 15% ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ടൈം കഴിഞ്ഞു. അപ്പം വളരെ പെട്ടെന്ന് ആൻസർ എടുക്കുക. എന്തൊക്കെ ചെയ്യാം? എനിക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കുക. ഒന്ന്, നിങ്ങൾക്ക് സക്സസിയുടെ കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യാം. എനിക്ക് പക്ഷേ അതിനെ ഒരുപാട് എഴുതാതെ യൂസ് ചെയ്യാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്നത് 20% ഈ പറഞ്ഞ പോലെ വില കൂട്ടുന്നു, ദെൻ 30% വില കുറയ്ക്കുന്നു. നമ്മൾ യൂഷ്വലി നമ്മുടെ എന്താ പറയുക, നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഇത് ചുമ്മാ തമ്മിൽ അങ്ങ് മൈനസ് ചെയ്തെടുക്കുന്നത്. എന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഐഡിയ കൂടി യൂസ് ചെയ്തുകൊണ്ട് ആൻസർ എടുക്കാം. എങ്ങനെ? 20 കൂട്ടി 30 കുറച്ചു. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് വരും? ഒരു 10 കുറയും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ 10 കുറയുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ എന്ത് വരും? എക്സ്ട്രാ എന്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് 2 × 3 നമുക്കൊരു 6 കൂടി വരും. പിന്നെ പെർസെൻറ്റേജ് 2 0 ക്യാൻസൽ ആയും പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു 6 കൂടി വന്നിട്ട് ആൻസർ എത്രയെന്ന് വരും? 16% -16% വരും. -16% ഡിനോട്ട് ചെയ്യുന്നത് എന്താ?
നമുക്ക് ലോസ് ആണ്, സോ അതുകൊണ്ടാണ് മൈനസ് വരുന്നത്. ആൻഡ് 16% ലോസ് എന്നൊരു ആംഗിളിൽ നിങ്ങൾക്ക് അതിനെ എടുക്കാം. ഓക്കെ, നിങ്ങൾ ഈ സക്സസീവ് ആക്ച്വലി മൈൻഡിൽ എടുത്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് യൂഷ്വലി ചെയ്യുന്ന ഒരു പ്രോപ്പർ രീതിയിലേക്ക് ഒന്ന് പറയണമെങ്കിൽ, നിങ്ങൾക്ക് ചുമ്മാ കാര്യം ഒന്ന് മനസ്സിലാൻ വേണ്ടി ഒന്ന് പ്രോപ്പർ രീതി പറയുകയാണെങ്കിൽ ആദ്യമേ 100 ആണ് CP നമ്മളുടെ വാല്യൂ. ഇപ്പോൾ നമ്മളൊരു ഹോൾസെയിലിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സാധനം 100 രൂപയ്ക്ക് വാങ്ങിക്കുക, എന്നിട്ട് ആദ്യമേ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, വില കൂട്ടുക. വില കൂട്ടുന്നത് എത്രയാണ്? 20% ആണ് വില ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ 20% 20 ഇൻക്രീസ് ആയതുകൊണ്ട് പ്ലസ്, സോ 100 + 20 120 എന്ന് വരും. അതാണ് നമ്മുടെ മാർക്ക്ഡ് പ്രൈസ്, MRP മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 30% വില കുറച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 120യുടെ 30% 3 × 12 36 മൈനസ് വില കുറയ്ക്കുകയാണ്, അതുകൊണ്ട് മൈനസ്. അങ്ങനെയാണെങ്കിൽ 120 36 കുറച്ച് നമുക്ക് പിന്നെ ആ സാധനം കൊടുക്കുന്നത് എത്രയായിരിക്കും? 84 നമ്മൾ ആ സാധനം കൊടുക്കുന്നത്. എന്ന് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 84 ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്രയെന്ന് സ്റ്റാർട്ട് ചെയ്ത് 100 സ്റ്റാർട്ട് ചെയ്ത് വന്ന് നിന്ന് അവിടെ 84 വന്ന് നിന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ക്ലിയർലി ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ CP is greater than SP, സോ നമ്മുടെ ലോസ് ആണെന്നുള്ളത് നമുക്ക് അവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. എത്രൻ്റെ ലോസ് എന്നുള്ളത് നമ്മൾ ചുമ്മാ മൈനസ് ചെയ്താൽ മതി. 16% ലോസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓപ്ഷൻ ബി 16% ലോസ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇതിനെ സക്സസീവ് വെച്ചും കൈൻഡ് ഓഫ് സക്സസീവ് വെച്ചും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പ്ലസ് നമ്മുടെ യൂഷ്വൽ നോർമൽ വളരെ വൃത്തിയായിട്ട് എഴുതുന്ന മെത്തേഡ് വെച്ചും പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ആൻഡ് മാക്സിമം ട്രൈ ചെയ്യുക മൈൻഡിൽ ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത ദിവസം വരുന്ന സെഷൻസിൽ നമുക്ക് ഇനിയും റിമൈനിങ് ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട്. ആ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നമുക്ക് ഇതേപോലെ ഇവിടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് വീണ്ടും പറയുവാണ്, ഇനി മുമ്പുള്ള സെഷൻ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന പ്ലേലിസ്റ്റിൽ നിന്ന് ആ ഒരു ക്ലാസ്സസ് ഒക്കെ തന്നെ കാണുക. ഇത് കൂടാതെ തന്നെ നമ്മുടെ ബാക്കി സബ്ജക്ട്സിൻ്റെയും റിവിഷൻസ് ഇതേപോലെ തന്നെ നടക്കുന്നുണ്ട്. അതും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി വേറെ ആയിരിക്കുന്ന SSC CGL എക്സാമിന് വേണ്ടിയും അതിൻ്റെ ബാക്ക് ടു ബാക്ക് വേറെ ആയിരിക്കുന്ന SSC എക്സാംസിന് വേണ്ടിയാണ് ഇത് കൊണ്ടുപോകുന്നത്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. നെക്സ്റ്റ് സെഷൻ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.